ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളില്ലാതെ നല്ല സിമ്പിളായിട്ട് കറിയൊന്നും ഇല്ലാതെ നമുക്ക് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ആ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിതാ ഇനി ഈ ഒരു പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കാട്ടോ ചെയ്യുന്നത്. 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിനെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ കൂടിപ്പോലെ 2 മണിക്കൂർ കേട്ടോ, അതിൽ കൂടുതൽ സോക്ക് ചെയ്തിട്ട് വെക്കണ്ട കേട്ടോ. 2 മണിക്കൂർ മാത്രം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഈ ഒരു പച്ചരിനെ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളെ പച്ചരി മാത്രമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് സോക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് സമയം വെക്കാനേ പാടില്ല. കൂടിപ്പോയാൽ 2 മണിക്കൂർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാട്ടോ. 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ. അപ്പോൾ ഇനി ആരും നമ്മൾ തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുമ്പാൽ ചേർക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും ചോദിക്കണ്ട കേട്ടോ. തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുമ്പാൽ ചേർക്കേണ്ട, തേങ്ങാപ്പാൽ തന്നെ ചേർത്താലാണ് ഈ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം ചേർത്തിട്ടുള്ളത് 1 ഏലക്കായാണ്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ 1.5 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നമുക്കതിലേക്ക് മൈദപ്പൊടി ചേർക്കാം കേട്ടോ. ഒരുപാട് ക്രിസ്പിയായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മൈദ മതിയാവട്ടെ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചരിയൊക്കെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ആ ഒരു മിക്സിയിലേക്ക് തന്നെ നമ്മളിതാ 1 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. പക്ഷേ മുട്ടയും കൂടി ചേർത്തിട്ടാകുമ്പം നല്ലൊരു ടേസ്റ്റാട്ടോ ഉണ്ടാകാൻ. അപ്പോൾ നമ്മൾ തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കളറിന് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കിത് ആ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ പച്ചവെള്ളം, നോർമൽ വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു സമയത്ത് ചേർക്കുന്ന 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാട്ടോ. നമ്മൾ നേരത്തെ പാൽ ചേർത്തിട്ടാട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. പാൽ ചേർത്ത് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല ലൂസായിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ. ദോശമാവിനേക്കാളും ലൂസായിട്ട് തന്നെ മാവ് റെഡിയാക്കിയിട്ട് എടുക്കണേ. അപ്പോൾ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ സംഭവം ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ദോശക്കല്ലില്ലേ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മളിത് എടുത്തിട്ടുള്ളത് ഇതുപോലൊരു അരിപ്പ സ്പൂണാട്ടോ. ഇനി ആ ഒരു അരിപ്പ സ്പൂണിലേക്ക് നമ്മൾ ആ ഒരു മാവിലേക്ക് മുക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളൊരു പൂവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലാട്ടോ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഇതാ എല്ലാ ഭാഗത്തേക്കും ഒരുപാട് കട്ടിയാകാതെ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു ദോശ പോലെയൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നിർത്താം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഏകദേശം നമുക്കൊരു ദോശയൊക്കെ ഒന്ന് മറിച്ചിടാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകൾ ഭാഗം ഇങ്ങനെ ആറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിനങ്ങ് തിരിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും പിടിക്കൂല. ഒരു 10-20 സെക്കൻഡ് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. പക്ഷെ അത് നമ്മൾ സാധാരണ ഒരു ദോശയുടെ ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാകാൻ. ഇനി എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സോഫ്റ്റും ആയിരിക്കും. എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം നന്നായിട്ട് ആറി വന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടി ഒന്ന് റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. പെട്ടെന്നാവും, നമ്മൾ ഫുൾ ഫ്ലെയിമിലല്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ കളറൊന്നും മാറി വരുന്ന സമയത്ത് തന്നെ നമുക്കിതങ്ങ് തിരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും, ചില സ്ഥലത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ ചെയ്യുന്നത്. കാണാനും നല്ല രസമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാകാൻ. അപ്പോൾ എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്.
നിങ്ങൾക്ക് കറി വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇടാൻ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കിത് ലഞ്ച് ബോക്സിലും കൊടുക്കാനും നല്ല സൂപ്പർ റെസിപ്പിയാണ്. അവർക്ക് കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാപ്പാലും കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ നല്ല വരട്ടിയിട്ടുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.